നമസ്കാരം. PSCയിൽ തിരിമറികൾ നടത്തിയ കേസുകളും അർഹതപ്പെട്ടവർക്ക് ജോലി കിട്ടാത്ത സംഭവങ്ങളും കേരളത്തിന് പുതിയതല്ല. ഇഷ്ടക്കാരെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ പിൻവാതിൽ നിയമനം നടത്തിയും കുത്തിക്കയറ്റിയും പരീക്ഷ പോലും എഴുതാത്തവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതുമെല്ലാം ഈ സർക്കാരിന്റെ മുഖമുദ്രയാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി അത്തരത്തിലൊരു അഴിമതി കഥയാണ് പുറത്തു വരുന്നത്. സംഭവം നടന്ന് 3 വർഷമാകുമ്പോഴാണ് ആ കേസെടുക്കാൻ പോലും സർക്കാർ തയ്യാറായിരിക്കുന്നത്. വ്യാജ സമ്മതപത്രം നൽകി PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കി തട്ടിപ്പ് നടത്തിയ ഒരു സംഭവം. PSC കൊടുത്ത പരാതിയിൽ കോടതി കേസെടുത്തിരിക്കുകയാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലെ നിയമനത്തിൽ 2021 ഒക്ടോബറിലുണ്ടായ ഒരു തട്ടിപ്പിലാണ് ഇപ്പോൾ കേസെടുത്തത്. സംഭവം ക്ലറിക്കൽ പിശകാണെന്ന് കാട്ടി ഈസ്റ്റ് പോലീസ് പരാതി തള്ളിയിരുന്നു. തുടർന്ന് PSC കോട്ടയം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അഡ്വക്കേറ്റ് P. രാജീവ് മുഖേന ഹർജി നൽകി. തുടർന്നാണ് CJM വിവിജ സേതുമാധവൻ കേസെടുക്കാൻ ഉത്തരവിട്ടത്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗുരുതരമായ കൃത്യത്തിൽ കേസെടുക്കുന്നത്. സിവിൽ സപ്ലൈസ് വകുപ്പിൽ ജോലി വേണ്ടെന്ന 233-ാം റാങ്കുകാരിയായ മല്ലപ്പള്ളി സ്വദേശിനി S. ശ്രീജയുടെ പേരിൽ വ്യാജ സമ്മതപത്രം ജില്ലാ PSC ഓഫീസിൽ നൽകിയെന്നായിരുന്നു പരാതി. പരീക്ഷ എഴുതുക പോലും ചെയ്യാത്ത മൈനാഗപ്പള്ളി സ്വദേശിനി S. ശ്രീജയുടെ രേഖകൾ വാങ്ങി മറ്റു ചില ഉദ്യോഗാർത്ഥികളാണ് വ്യാജ സമ്മതപത്രം കൊടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ PSC ഉദ്യോഗസ്ഥർ മല്ലപ്പള്ളി സ്വദേശിനി ശ്രീജയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ശ്രീജയ്ക്ക് അർഹമായ ജോലി നഷ്ടപ്പെട്ടത് മാധ്യമങ്ങളിലടക്കം നേരത്തെ വാർത്തയായതോടെ PSC അടിയന്തര യോഗം ചേർന്നു. മല്ലപ്പള്ളി സ്വദേശിനി ശ്രീജയ്ക്ക് നിയമന ശുപാർശ നൽകി. PSCയുടെ തെറ്റുതിരുത്തലിലൂടെ ജോലി ലഭിച്ച ശ്രീജ ഇപ്പോൾ മണിമല സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ മാവേലി സ്റ്റോറിലാണ് ജോലി ചെയ്യുന്നത്. PSC എഴുതി 1ാം റാങ്ക് കിട്ടിയിട്ട് പോലും ജോലി നൽകാത്ത സർക്കാരാണ് ഇത്. മുക്കം നഗരസഭയിലെ മണാശ്ശേരി മുത്താലം ചാലുശ്ശേരി വീട്ടിൽ നീനുവിനും ഇതേ അനുഭവമുണ്ടായി. കഷ്ടപ്പെട്ട് പഠിച്ച് 1ാം റാങ്ക് നേടിയിട്ടും ജോലിക്കായി കാത്തിരിക്കേണ്ടി വന്നു. PhD വിദ്യാർത്ഥി കൂടിയാണ് നീനു. ലിസ്റ്റ് വന്ന് 6 മാസം പിന്നിട്ടിട്ടും 1ാം റാങ്കുകാരിയായ നീനുവിനടക്കം ലിസ്റ്റിൽ പേരുള്ളവർക്കാർക്കും നിയമനം ലഭിച്ചില്ല. 2023 സെപ്റ്റംബർ 19-നാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 3 വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി. ആദ്യത്തെ 1-2 മാസത്തിനു ശേഷം ജോലി കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത അവസ്ഥയാണ് നീനുവിനുണ്ടായത്. നിലവിൽ കൊമേഴ്സിൽ 27 ഒഴിവുകൾ നിലനിൽക്കുന്നുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഇതുവരെ 2 നിയമനങ്ങൾ നടന്നിട്ടുമുണ്ട്. മെയിൻ ലിസ്റ്റിൽ നിന്ന് ഒരു നിയമനവും ഇതുവരെ നടന്നിട്ടില്ല. ജോലി ലഭിക്കാനായി MLA, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയ നിരവധി ഓഫീസുകളിൽ നിന്ന് കയറി ഇറങ്ങിയിട്ടും കാത്തിരിക്കൂ എന്ന മറുപടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല.